അന്നമ്മച്ചേർത്തി സ്പെഷ്യൽ 2.0യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമുക്ക് ഒരു മിക്സ്ചർ ഉണ്ടാക്കി നോക്കിയാലോ? മിക്സ്ചർ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരികയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷങ്ങൾ നടക്കുകയോ ഒക്കെ എന്ത് ചെയ്താലും നമ്മൾ ഓടിപ്പോയിട്ട് ആദ്യം നമ്മൾ എന്താ വാങ്ങുക? മിക്സ്ചറാണ് വാങ്ങുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചുരുങ്ങിയ സാധനങ്ങളെ കൊണ്ട് എളുപ്പത്തിൽ നമുക്കൊരു മിക്സ്ചർ ഉണ്ടാക്കി നോക്കാം. ഇത് വെറും സാധാരണ മിക്സ്ചർ അല്ല കേട്ടോ, ഒരു സ്പെഷ്യൽ മിക്സ്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വഴിയേ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു സ്പെഷ്യൽ മിക്സ്ചറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേന്ന്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കഷ്ണം മീൻ, ഏത് ഫ്രഷ് മീനായെടുത്ത് ഒന്ന് ജസ്റ്റ് വേവിച്ചിട്ട് അതിൻ്റെ മുള്ളൊന്നും ഇല്ലാതെ കൊണ്ട് നല്ല കഷ്ണം മാത്രമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മിക്സ്ചറിൻ്റെ പേരാണ് ഫിഷ് മിക്സ്ചർ. മീൻ ചേർത്തിട്ടുള്ള ഒരു മിക്സ്ചറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മീൻ നമ്മൾ വെറും ഉപ്പുവെള്ളത്തിൽ ഒന്ന് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ മുള്ളും തോലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് മീനും കൊണ്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഇന്ന മീൻ വേണമെന്നൊരു നിർബന്ധമില്ല. ഏത് മീൻ വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല കഷ്ണം മീനോ നല്ല അയലയോ മത്തിയോ അങ്ങനെയുള്ള ഏത് മീനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ നല്ല കഷ്ണം മീൻ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. കാരണം ഈ അയലയ്ക്കും മത്തിക്കൊക്കെ ചിലപ്പോൾ ചെറിയ ഉളുമ്പ് ചൊവയോ മണമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതില്ലാതെ കൊണ്ടിരിക്കാൻ വേണ്ടി നല്ല കഷ്ണം മീൻ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഈ മീൻ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കായമാണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 1 സ്പൂൺ കായം കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ നമുക്കൊന്ന് അരച്ച് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് കടലമാവ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1 കപ്പ് അരിപ്പൊടി, അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കപ്പിന് 3 കപ്പ് കടലമാവ് എടുത്തപ്പോൾ 1 കപ്പ് അരിപ്പൊടി, നല്ല നൈസ് പൊടി, കടലൊക്കെ മേടിക്കാൻ കിട്ടും നമ്മുടെ പൊടി. ആ പൊടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടാം. ശേഷം നമ്മൾ അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ഫിഷ് മിക്സ്ചർ ഉണ്ടല്ലോ, നമ്മുടെ മീനും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം അരച്ചത്, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനത് മുഴുവൻ ഒഴിച്ചിട്ടില്ല, ഞാൻ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ബാക്കി മിക്സും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഇനി നമുക്ക് ഈ മിശ്രം കൊണ്ട് അത് കുഴഞ്ഞ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടല്ലോ, അതിന് പരുവത്തിൽ നമുക്ക് ഇവനെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഈ പരുവത്തിൽ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ ഈ പരുവത്തിൽ നമുക്ക് കുഴച്ച് ഇവനെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പണികളുണ്ട്, അത് നമുക്ക് ചെയ്ത് തീർക്കാം. ഇവൻ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ സ്റ്റൗ എല്ലാം കത്തിച്ച് നമ്മുടെ ഉരുളി തീയാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള അത് വറുക്കാനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വേണ്ടവർക്ക് ഓയിൽ ഉപയോഗിക്കാം. ഇനി വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓയിലാണെങ്കിൽ കുറച്ച് കൂടുതൽ കാലം ഇരിക്കും, കേടാകാതെയൊക്കെ ഇരിക്കും. വെളിച്ചെണ്ണ ആകുമ്പോൾ ചിലപ്പം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചെറിയ കാറൽ ചൊവ്വ വെളിച്ചെണ്ണ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്താണ് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എണ്ണയ്ക്ക് ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ നമ്മുടെ മിക്സ്ചറിലേക്ക് ആവശ്യമായ ഇതുണ്ടോ, ഒരു 10-15 അല്ലി വെളുത്തുള്ളി നമ്മളത് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്ത് കോരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ചതച്ച് വെള്ള വെളുത്തുള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി നമുക്ക് വറുത്ത് കോരണം. ബ്രൗൺ ആകട്ടെ. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് അതങ്ങോട്ട് കോരിയെടുക്കാം.
ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അതുപോലെ തന്നെ നമ്മുടെ നിലക്കടല, അതായത് പീനട്ട് നമുക്കിത് ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്ത് കോരാം. അപ്പോൾ നമുക്ക് നമ്മുടെ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. അതുകൂടി അങ്ങോട്ട് കോരിയെടുക്കാം. അതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അത് പാത്രത്തിൽ കൊടുക്കാം. അടുത്തായിട്ട് നമ്മുടെ പൊട്ടുകടല, അതും നമുക്ക് ഈ എണ്ണയിലൊന്ന് വറുത്ത് കോരാം. അത് പെട്ടെന്ന് റെഡിയാകും. അതുകൊണ്ട് ഒരുപാട് നേരത്തെ ഇളക്കി കരിഞ്ഞ് പോകരുത്. നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് അതുകൂടി നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ കറിവേപ്പില ഒഴിച്ചുകൂടാൻ മേത്ത സാധനമല്ലേ, അത് നമുക്ക് ഒന്ന് ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും വറുത്തെടുക്കാനുള്ള നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ വറുത്തെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ മിക്സ്ചർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നമ്മൾ തുടങ്ങാൻ പോണത്. അപ്പോൾ ആ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമ്മുടെ സേവനാഴി അറിയാലോ, എല്ലാവർക്കും സേവനാഴി എന്ന് പറയാൻ എന്താണുള്ളത്, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ച്, ആ അച്ചിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മാവ് നമുക്ക് നിറയ്ക്കാം. കുറച്ചങ്ങനെ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ചില്ല് വെച്ചിട്ടുണ്ട്, ആ ചില്ലിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിറച്ച് വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. ഇനി വേറെ ഒന്നുമില്ല, നമ്മളെന്താ ചെയ്യാൻ പോണേ, നമുക്ക് നമ്മളെ ഇവനെ എങ്ങനെയും കറക്കി ഇതേ നമ്മുടെ ഈ നൂല് പോലെ പരുവം പോലെ വരുന്നുണ്ടോ. അപ്പോൾ ഇവനെ നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാം. ഓക്കെ, നമ്മുടെ മിക്സ്ചറിൻ്റെ മെയിൻ സാധനം അത് നമുക്ക് ഇതേപോലെ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ വറുത്തിട്ട് നമ്മുടെ മിക്സ് ഇതിനകത്തേക്ക് ഇട്ടെടുക്കാം. അതുപോലെ തന്നെ ആദ്യം നമ്മൾ വറുത്ത് വെച്ചാൽ നമ്മുടെ കടല അങ്ങനെയുള്ള വെളുത്തുള്ളി അങ്ങനെ സാധനമല്ലേ, അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെ എല്ലാവരുടെയും അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡി. അപ്പോൾ ഇനി നമുക്കിത് അമ്മച്ചി കൊണ്ടേ കൊടുത്ത് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കൂട്ടി മിക്സ്ചറങ്ങ് അടിക്കാമല്ലോ. എന്നാ വാ. അപ്പോൾ അമ്മച്ചിയെ നമ്മുടെ മിക്സ്ചർ എങ്ങനെയുണ്ടോ നമ്മൾ ചെയ്ത് നോക്കി. നമ്മുടെ സ്പെഷ്യൽ മിക്സ്ചറാണ് കേട്ടോ. ഓ
കൊള്ളാമോ? ഇങ്ങോട്ട് നമ്മളിതിനകത്ത് ചേർക്കുമ്പോൾ നല്ല കഷ്ണം മീൻ, നല്ല ദശയുള്ള കഷ്ണം മീനിൻ്റെ മാംസം തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വല്ല മത്തി അയിലൊക്കെ നമ്മൾ എടുത്തുകൊണ്ടെങ്കിൽ ഞാൻ പറയല്ലോ, ചിലപ്പം അതിനൊക്കെ ചെറിയൊരു ഉളുമ്പ് ചുവ ഉണ്ടാവുമല്ലോ, ആ ഒരു ഉളുമ്പ് ചുവ വരും. അപ്പം നല്ല കഷ്ണം മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ദശയുള്ള മീനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ യാതൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. സാധാരണ നമ്മൾ മിശ്രമൊക്കെ മേടിച്ചിരിക്കുമ്പം ഏത് മിശ്രം മേടിച്ചാലും എല്ലാത്തും നല്ല ടേസ്റ്റ് അല്ലേ. പക്ഷെ ഇതിന് ആ മീനിൻ്റെതായ ആ ഒരു രുചി, ഇതുകൊണ്ട് വലിയ രുചി നല്ല ഓട്ടം പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇല്ല അമ്മച്ചിയെ. അപ്പം അമ്മച്ചിയെ നമ്മുടെ മിക്സറിന് നല്ലൊരു കറി കൊടുക്കണ്ടേ? എന്നാ പോണ കൊടുക്ക്. നമുക്ക് വായ മിക്സറാണേ, തീരാ പറയാൻ പറ്റിയല്ലോ. ഒരു കറക്കി കൂട്ടി കൊടുക്കും മക്കളെ. ഇത്രയാണ് നല്ല മിത്രം ഉണ്ടാക്കി കാണിച്ചത്. നാലിൻ്റെ ഒരു കറക്കി കൂട്ടം കൊടുത്തേ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഞെക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക. അപ്പം ഞങ്ങൾ ഇതുപോലുള്ള നാടൻ വ്യത്യസ്തമായ രുചി കൂട്ടുകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരത്തേക്ക് എല്ലാവർക്കും ബൈ.